ആദർശ് നയനയോട് പറയാണ്, അത്യാവശ്യമായിട്ട് കമ്മലിലേക്ക് ഒരു ഡിസൈൻ വേണം, നീ എത്രയും പെട്ടെന്ന് സെറ്റാക്കി താന്ന് പറയാണ്. അപ്പോഴേക്കും നയന തിരിഞ്ഞ് ചോദിക്കുകയാണ്, അതെ അത്താഴത്തിന് ഫുഡ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വേണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും, എങ്കിലേ അടുക്കളയിൽ ഒന്നും കാലായിട്ടില്ല, മീനാക്ഷി ചേച്ചി ഇന്ന് വന്നിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വേണം അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ, ജാനകി ചെറിയമ്മ സഹായിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് അതിലും വലിയ പണി താഴെ കിടക്കുക, അല്ലെങ്കിൽ എല്ലാവരും അത്താഴപ്പട്ടിണി ആയി പോകുമെന്നും പറഞ്ഞിട്ട് നയന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആദർശ് പുറകെ പോയിട്ട് പറയണം, അല്ല നയന നീ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ, ആ അത്യാവശ്യമുള്ള ഡിസൈനാണ്, നീ വരച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹാളിൽ ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. നയന ലക്ഷണം പോലും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ്, നയന നീ ഇങ്ങനെ വാശി പിടിക്കരുത്, അത്യാവശ്യമുള്ള ഡിസൈനാണ്, എനിക്ക് രാത്രി 9 മണിക്കുള്ളിൽ ആ ഡിസൈൻ വരച്ച് മെയിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അല്ല നിങ്ങളുടെ കമ്പനിയിൽ അവിടെ ഡിസൈനറായിട്ട് പവിത്രയുണ്ട്, അതിന് കീഴിലുള്ള ആൾക്കാരുണ്ട്, വേറെയും ഡിസൈനർമാരുണ്ട്, നിങ്ങൾ ഡിസൈൻ ചെയ്യും, അഭി ഡിസൈൻ ചെയ്യും, പിന്നെ എൻ്റെ ഡിസൈൻ മാത്രമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിൻ്റെ കഴിവിനെ നീ പുകഴ്ത്താൻ വേണ്ടിയിട്ട് പറയണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി, എങ്കിലും ഞാൻ പറയാം, നിൻ്റെ കഴിവിനുള്ള മറ്റുള്ള ആരുടെയും ഡിസൈൻ വരില്ല, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നുണ്ട്, അതെ ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ കുത്തി ഇരുന്നിട്ടില്ല, അതുപോലെ തന്നെ ഇനി രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം, ചിലർക്ക് ചോറ് വേണം, ചപ്പാത്തിക്ക് ചിലർക്ക് ചിക്കൻ കറിയാണ് വേണ്ടത്, എന്നാൽ ചിലർക്ക് കിഴങ്ങ് കറിയാണ് വേണ്ടത്, അതിന് കൂടെ മറ്റെല്ലാ ഇതും ഉണ്ടാക്കണം, വെജ് കുറുമ ഉണ്ടാക്കണം, അതുകൊണ്ട് അതിനൊന്നും എനിക്ക് ഒട്ടും സമയമില്ല, എനിക്കിവിടെ ഒത്തിരി പരിപാടിയുണ്ട്, ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്, ജാനകിച്ചിരി മാത്രമേ സഹായിക്കാനുള്ളൂ, ഒരുപാട് പാത്രം കഴുകാനുണ്ട്, എനിക്കതിനൊന്നും സമയമില്ല ആദർശേട്ടൻ, വേറെ ആരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും അടുക്കള ജോലിയിലേക്ക് മുഴുകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, നയന ഇങ്ങ് വാ എന്ന് പറയുന്നുണ്ട്. നയന ഇപ്പോഴേക്കും ഹാളിലേക്ക് വരുമ്പോഴേക്കും ആദർശോട് ചോദിക്കണം എന്താ കാര്യമെന്ന്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അച്ഛാ ഇത് മുത്തശ്ശ ഇതുപോലെ കമ്പനിയിൽ അത്യാവശ്യം ഡിസൈൻ വരയ്ക്കണം, നയനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുന്നുള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ ചെയ്തു തരുന്നില്ല, അവൾ വാശി പിടിച്ച് ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുകയാണെന്ന് പറയുന്നുണ്ട്. നയന ഇന്ന് അടുക്കളയിലേക്ക് കയറുന്നില്ല, അവൾ ഡിസൈൻ വരയ്ക്കാൻ പോവാണ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നയനയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ അതിൽ എനിക്കൊരു അപ്പീലും ഇല്ല എന്നും പറഞ്ഞിട്ട് നയനോട് നിൽക്കുമ്പോഴേക്കും ദേവിയെ ചോദിക്കുകയാണ്, അപ്പം പിന്നെ ഫുഡ് ആരുണ്ടാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നയനയാരാ, നീ ശമ്പളം കൊടുക്കാത്ത വേലക്കാരിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛ, അവളാണല്ലോ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നത്, അവൾക്കല്ലേ എല്ലാം അറിയുള്ളൂ, മീനാക്ഷി ഇന്നില്ല, ജാനകി അവളും കൂടെ എല്ലാം തയ്യാറാക്കുന്നത്, ഇന്നിപ്പോൾ നയനയില്ലെങ്കിൽ എന്താ ചെയ്യുന്നേ, അവൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഫുഡ് രാത്രിയിൽ തന്നെ കഴിക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിവിടെ എന്താ പണിയെന്ന് ചോദിക്കുകയാണ്. ദേവയാനി മിണ്ടാ തലമുടിച്ച് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നയന അടുക്കളയിൽ കയറുന്നില്ല. നയന പറഞ്ഞ് അത്ര ഐറ്റംസും നീയും ജലജയും ഇന്ന് ഉണ്ടാക്കണമെന്ന് പറയാണ്. ജലജ ചാടി എഴുന്നേറ്റ് അത് ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, നീയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇന്ന് അടുക്കളയിൽ കയറി നയനെ പറഞ്ഞ് ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ദേവയാനിയും ജലജയും ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ഇത് രണ്ടുപേർക്കും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജാനകി സഹായത്തിന് എന്ന് ദേവയാനി പറയുമ്പം ഇല്ല, ജാനകി ഇന്ന് ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, സാരമില്ല അച്ഛാ, ഇവർക്കങ്ങനെ അടുക്കളയിൽ കയറി വല്ല പരിചയമില്ലല്ലോ, ഞാനും കൂടെ നിൽക്കാമെന്ന് പറയുമ്പം നിന്നോട് ഞാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ശരി അച്ഛാ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളും ഹാളിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് അടുക്കളയിലേക്ക് ദേവയാനിയും ജലജയും പോകുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നയനെ പറഞ്ഞ ലിസ്റ്റെല്ലാം ഓർമ്മയുണ്ടല്ലോ, വെജ് കുറുമ വേണം, അതുപോലെ തന്നെ ചോറ് വേണം, ചോറിൽ 2-3 കൂട്ടം കറികൾ വേണം, ചിക്കൻ കറി വേണം, കുറുമ വേണം, അതുപോലെ തന്നെ ചപ്പാത്തി വേണം, ചോറ് ഇതെല്ലാം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത്ര ഐറ്റംസ് വന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നീയല്ലേ പറഞ്ഞത് നയന ഉണ്ടാക്കിക്കോളൂന്ന്, നയന ഉണ്ടാക്കുമ്പോൾ എന്താ ഇത്ര ഐറ്റംസ് ഇല്ലാതെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉത്തരം മുട്ടി ദേവയാനിയും ജലജയും കൂടെ അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. അടുക്കളയിലേക്ക് കയറിയ സമയത്ത് ഇവർ എല്ലാ സാധനവും തപ്പി നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് അവരൊരു വിധത്തിൽ ജോലി ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ജോലി ആരംഭിച്ച് ജലജയാണെങ്കിലോ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് ആ ഏരിയ മൊത്തം മാവാക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയന മുറിയിൽ പോയി നിന്നിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ജലജയാണെങ്കിൽ അവിടെ അടുത്തതായിട്ട് ദേവയാനി അവിടെ കിഴങ്ങ് കട്ട് ചെയ്യുകയും കിഴങ്ങ് കറി വെക്കുകയും ചെയ്യുകയാണ്. അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ കുറുമായും ഒരു കറിയും വെക്കുമ്പോഴേക്കും സമയം 9 മണിയാണ്. ഈ സമയത്തിന് നയന 2-3 ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഡിസൈൻസൊക്കെ ഹാളിലേക്ക് കൊണ്ടുവന്ന് ആദർശിനെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഇവരുടെ ആ അടുക്കളയിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ മൊത്തം കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന താഴേക്ക് വന്ന ഡിസൈൻ കൊടുക്കുമ്പോഴേക്കും ആദർശ് ഡിസൈൻ നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. മുത്തശ്ശൻ ഒന്ന് കാണിച്ചു നമ്മളെന്നുള്ള ഡിസൈൻ നോക്കിയിട്ട് മുത്തശ്ശൻ പറയാണ്, അടിപൊളിയായിട്ടുള്ള ഡിസൈന് എൻ്റെ മോൾക്ക് നല്ല കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട്, ഇനി അത് ഒരിക്കലും കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശോടത് മെയിൽ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാണിച്ചതിന് ശേഷം മെയിൽ അയക്കുകയാണ്. മെയിൽ അയച്ച അപ്പം തന്നെ അവർ പറയാണ്, ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ഇപ്പോൾ തന്നെ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നയന നീ ചെയ്താൽ അപ്പം തന്നെ അപ്രൂവ് ആവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ ഇന്നെന്താ അച്ഛാ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ആദർശ് ചോദിക്കുമ്പം ഇനി നിൻ്റെ അമ്മയും അപ്പച്ചിയുമാണ് അടുക്കളയിൽ, എന്താ സ്പെഷ്യൽ എന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവ്യാനിയും ജലജയും കൂടിയിട്ട് അവൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് കൊണ്ട് വെക്കാൻ കേട്ടോ. ആ രണ്ടുപേരും കോലങ്ങളെ തന്നെ ചിരി വരും. രണ്ടുപേരും ദേഹം നിറച്ചും പൊടിയും ചെളിയും ഇങ്ങനെ കരട് വേസ്റ്റ് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഹാളിലേക്ക് കൊണ്ടുവന്ന് ടേബിളിലെ എല്ലാ ഐറ്റംസും വെക്കുന്നുണ്ട്. മുത്തശ്ശിയും ജാനകി നയനയൊക്കെ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഉള്ളിടത്തോളം പാത്രങ്ങളും പൊടികളും സാധനങ്ങളും നിരത്തി ഇങ്ങനെ അടുക്കളയിലും തറയിലൊക്കെ ഇട്ടേക്കാണ്. തറയിലേക്ക് കയറി തന്നെ തെന്നി താഴെ വിടുന്ന രീതിക്ക് തറ മൊത്തം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണമല്ലോ എന്ന് നയനെ പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ഇതെങ്കിലും ആക്കിയതാരാണോ അവർ തന്നെ ക്ലീൻ ചെയ്യും, ജാനകിയും നയനയും ഈ അടുക്കള വശത്തേക്ക് വന്നു പോകരുത് ഞാൻ പറയാതെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ദേവേനും ജലജിയും ആദ്യം പോയി ഇരിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അല്ല ഉണ്ടാക്കിയത് തന്നെ വേണം വിളമ്പാൻ, അതാണല്ലോ ഇവിടുത്തെ ഇത്ര നാളും അനുവദിച്ചു പോകുന്ന നിയമം, അതുകൊണ്ട് രണ്ടുപേരും എഴുന്നേൽക്കുക എന്ന് പറയാണ്. ജലജയും ദേവ്യാനിയും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്ലേറ്റ് നിർത്തിയിട്ട് വിളമ്പുവാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും എല്ലാവരും നോക്കുമ്പോൾ ചപ്പാത്തിയെല്ലാം കരിഞ്ഞിരിക്കുകയാണ്. പപ്പടം പോലെ ചപ്പാത്തി നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ തന്നെ ഇതാണോ ചപ്പാത്തി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും നല്ല കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ കരിഞ്ഞു പോയല്ലോ എന്ന് പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ എല്ലാ കറിയും ഓരോരുത്തരും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും എല്ലാത്തിലും ഉപ്പും എരിയും എല്ലാം അധികവും കൂടുതലും കുറവൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചോറൊക്കെ ആണെങ്കിലും എന്ത് പായസമായി കാണും. മുത്തശ്ശൻ പറയാണ്, ദാ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് പോന്നോളൂ, ഞാൻ ഈ കഞ്ഞിലേക്ക് ഇട്ടങ്ങ് പായസമാക്കി കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതെന്തായി കാണിച്ചിരിക്കുന്നത്, ഇത്രയും വർഷമായാലും രണ്ടെണ്ണം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടൊരു ഫുഡ് പോലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്യാനിയും ജലജയും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത്ര നാളും എന്തായിരുന്നു നിങ്ങളുടെ അഹങ്കാരം, നയനമോള് അടുക്കളയിലേക്ക് ഇത്രയും സാധനം എന്ത് രുചികരമായിട്ടാണ് ഈ സമയത്തുള്ള ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഒരു കറിയെ നിങ്ങൾ വെച്ചിട്ടുള്ളൂ കണ്ടോ, അതുപോലും വൃത്തിയായിട്ട് വെച്ചിട്ടുമില്ല, അടുക്കളയിൽ നിങ്ങൾ കാണിച്ചിട്ടേക്കുന്ന കോലം എന്താ, എല്ലാവരും രാത്രി പട്ടിണിയായി പോയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, സാരമില്ല മുത്തശ്ശ നമുക്കിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് പറയുമ്പോൾ ഈ കരി പിടിച്ചതും വേഗാത്തമായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ചാലുണ്ടല്ലോ രാവിലെ നാളെ എല്ലാവരും ഹോസ്പിറ്റലായിരിക്കും, അതുകൊണ്ട് ആരും കഴിക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ഹോട്ടലിൽ നിന്നും എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വരുന്നുണ്ട്. ഇനി ഇതേ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നേരത്തെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ജലജോടും ദേവ്യാനോട് പറയുന്നത് ഈ ഫുഡെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കുമെന്ന് പറയാണ്. അതിനുശേഷം അവിടെ കഴിക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും കഴിച്ചതിന് ശേഷം ജലജോടും ദേവ്യാനോട് പറയാണ്, ഈ പാത്രങ്ങൾ മുഴുവനും അടുക്കള കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങളും നിങ്ങൾ വൃത്തിയാക്കിയിട്ടാക്കുന്ന എല്ലാ സാധനവും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം രണ്ടുപേരും കിടന്നാൽ മതി, നയനയോ ജാനകിയോ ആ വശത്തേക്ക് പോലും പോകരുതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിൽ വെള്ളടി വെട്ടിയ പോലെ നിൽക്കുകയാണ് കേട്ടോ ജലജയും ദേവ്യാനിയിട്ട്. അങ്ങനെ രണ്ടുപേരും അടുക്കളയിലേക്ക് കയറി പോവാണ്. എല്ലാം ഇതിനെ കുളമാക്കി കിടക്കാണല്ലോ. അങ്ങനെ രണ്ടുപേരും ക്ലീൻ ചെയ്ത് ഏകദേശം രാത്രിയിലൊരു 12 മണിയാകുമ്പോഴാണ് എല്ലാവരും ക്ലീൻ ചെയ്ത് കഴിയുന്നത്. അപ്പോഴേക്കും രണ്ടൊരു നടുവേനെടുത്ത് ആ സെറ്റിലിങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ഉറങ്ങിയിട്ടില്ല. അവരെന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം മനസ്സിലായില്ലേ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നയനയുടെയും ജാനകിയുടെയൊക്കെ കഷ്ടപ്പാട്, ഇത്രയും കാലം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമായിരുന്നോ, ഉണ്ണാ സമയമ്മ കൈ കഴുകിയിട്ട് രണ്ടുപേരും വന്നിരുന്ന് എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം അതിൻ്റെ വേദന മനസ്സിലായില്ലേ, ഇനി മേലിൽ നയനേനെയോ ജാനകിയോ കുറ്റം പറയുകയോ അവർ അടുക്കളക്കാരികളാണെന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല, എല്ലാ ദിവസവും നിങ്ങൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ സഹായിച്ചോണം, അതുപോലെ തന്നെ ഇനി കറികളൊക്കെ വെക്കാൻ പഠിച്ചോണം, എല്ലാം ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ രണ്ടുപേരും ഓരോ കറികളെങ്കിലും ഡെസ്കിൽ കാണണമെന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു പണി തന്നെ മുത്തശ്ശൻ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.